പുണ്യദർശനത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും നിറവിൽ ഇന്ന് നമ്മൾ എത്തിനിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മരുതംകുഴിയിലുള്ള പുണ്യപുരാതനമായ ശ്രീ ഉദിയന്നൂർ ദേവി ക്ഷേത്രത്തിലാണ്. ഭക്തമനസ്സുകളിൽ ആശ്വാസവും ഐശ്വര്യവും ചൊരിയുന്ന ഉദിയന്നൂർ അമ്മയുടെ സന്നിധി ഇപ്പോൾ ഉത്സവ ലഹരിയിലാണ്. ഈ വർഷത്തെ തൃക്കൊടിയേറ്റ് മേടപ്പുണർത്തും പൊങ്കാല മഹോത്സവം 2026 ഏപ്രിൽ 19 മുതൽ 28 വരെ വളരെ വിപുലമായ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. 2026 ഏപ്രിൽ 19 ഞായറാഴ്ചയായിരുന്നു ഈ വർഷത്തെ ഉത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കമായത്. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ ശ്രീ വി രാജേഷ് ഈ പുണ്യോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തെ അമ്മയുടെ മേടപ്പുണർത്ത പൊങ്കാല മഹോത്സവത്തിൻ്റെ ആരംഭ ദിവസമാണ് ഇന്നിപ്പം നമ്മുടെ ഒരു സമ്മേളനമായിട്ട് തുടങ്ങുന്നത്. ഇതിൽ വിശിഷ്ടാതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് ഒന്ന് ദീപാലങ്കാരവും സ്വിച്ച് ഓൺ കർമ്മവും കലാപരിപാടികളുടെ ഉദ്ഘാടനവും ചെയ്യുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ആരാധ്യനായ മേയർ ശ്രീ വി രാജേഷ് അവർകളാണ്. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വന്നത് ഇവിടെ എത്തിയിട്ടുള്ളത് ഭക്തി വൈരവ് പേശാല ഗോപാൽദാസ് ആണ്. അദ്ദേഹം ഇസ്കോണിൻ്റെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയാണ്. അത് കഴിഞ്ഞ് ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നതിന് വന്നിട്ടുള്ളത് ശ്രീ വിഷ്ണുമോഹൻ എം, കൗൺസിലർ പാങ്ങോട് വാർഡ്, ശ്രീ ജി ഗിരികുമാർ, കൗൺസിലർ വലിയവിള, ശ്രീമതി സുമി ബാലു എത്തിയിട്ടില്ല, ഇപ്പോൾ എത്തും ആണ്. വൃന്ദത്തിനു വന്ധ്യേ നീ എന്നെ മന്ദേതരമിന്ദീവര നയനേ നയനിയതേ കരുണാകരി കൃപ തോന്നണമുദിയന്നൂരമ്മേ. ക്ഷേത്രയോഗം പ്രസിഡന്റ് ശ്രീ സതീഷ് ചന്ദ്രൻ നായർ കെയാണോ അധ്യക്ഷൻ. ബഹുമാന്യ അധ്യക്ഷനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരാധ്യനായ ഒരു പുതിയ മേയറെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം രണ്ടാമത്തെ തവണയാണ് മേയർ എന്നുള്ള നിലയിൽ ക്ഷേത്രത്തിലെത്തുന്നത്. ബഹുമാന്യനായ ആരാധ്യനായ മേയർ ശ്രീ വി രാജേഷ് സാർ, അങ്ങയെ ഈ യോഗത്തിലേക്ക് ഞാൻ ക്ഷേത്രയോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഓരോ വ്യക്തികൾക്കും നന്മകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദിയന്നൂർ വാണരുളും അമ്മയല്ലേ എന്നും അല്ലലകറ്റുന്നു അമ്മയൽ നീ. ഉദിയന്നൂർ വാണരുളും അമ്മയൽ നീ എന്നും. തിരുവനന്തപുരത്തിൻ്റെ എന്നല്ല, കേരളത്തിൻ്റെ തന്നെ ചൈതന്യമാണ് ഉദിയന്നൂരും ആറ്റുകാലുമൊക്കെ. നമ്മുടെ നാട് കേരളം ഏകദേശം ഒരു 6-7 മാസം ഇതുപോലുള്ള ഉത്സവങ്ങൾ കൊണ്ട്, ഉത്സവം എന്ന് പറയുമ്പോൾ ചില കുടുംബങ്ങൾ നടത്തുന്ന ചെറിയ ചെറിയ കാവുകളും തെക്കതുകളും ഒക്കെ ഉൾപ്പെടെ വലിയ വലിയ ക്ഷേത്രങ്ങൾ, ശബരിമലയും ആറ്റുകാലും ഉദിയന്നൂരും കരിക്കവും ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ 6-7 മാസം കേരളത്തിൽ ഒരിടത്തല്ലെങ്കിൽ മറ്റിടത്ത് സജീവ സാന്നിധ്യമായി, സജീവ ചൈതന്യമായി നിലകൊള്ളുകയാണ്. കാലാനുസൃതമായി, കാലം മാറുന്നതനുസരിച്ച് ഉത്സവത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വലിയ മാറ്റമൊന്നും വന്നില്ലെങ്കിലും മറ്റ് കലാപരിപാടികൾക്കും ജനങ്ങൾ ഉത്സവത്തിൽ സംബന്ധിക്കുന്ന തരത്തിലുമൊക്കെ തന്നെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേക്കും
ഉത്സവത്തിന് പോകുന്ന ശൈലിയല്ല ഇപ്പോഴത്തെ യുവതലമുറ. അന്നൊക്കെ നാടകവും അതുപോലുള്ള സ്റ്റേജ് പ്രോഗ്രാമിൻ്റെയൊക്കെ കാലഘട്ടം. ഉറക്കം എണിച്ചിരുന്ന് 2-3 നാടകമൊക്കെ ഒരു ദിവസം രാത്രി കാണുന്നതൊക്കെ ത്രില്ലായിരുന്നു. ഉദയന്നരമ്മയുടെ നടയിൽ വരുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്, അത് ഉദ്ഘാടകനായിട്ട് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നിയോഗമായിരിക്കാം. കാരണം ഞാൻ പറഞ്ഞ പുണർത പൊങ്കാലയാണ്. എൻ്റെ നക്ഷത്രവും പുണർതമാണ്, ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയാണ്, എല്ലാം ഉണ്ടെന്ന് തോന്നും. പക്ഷേ മനസ്സിൽ എന്ന് തെരുവുനായ്ക്കളെ പിടിച്ച് അകത്തിടാൻ സാധിക്കും. കുടിവെള്ള പ്രശ്നം എവിടെയുണ്ട്, ഈ വാർഡിൽ എവിടെയെങ്കിലും ഇന്ന് ആരെങ്കിലും പട്ടി അടിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും കറണ്ട് പോയോ എന്നുള്ളതിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ചിരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ തന്നെ. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, ഗിരിയും ഞാനും മധുച്ചേട്ടനും കൂടി അരമണിക്കൂർ താമസിച്ചത് തന്നെ രാവിലെ 11 മണിക്ക് ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു. പോകാൻ സാധിച്ചത് 12:15. ഇവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പോയി തെരുവ് നായ്ക്കളെ പാർപ്പിക്കാനുള്ള ഒരു 5 ഏക്കർ സ്ഥലം ഒരിടത്തുണ്ടായിരുന്നു. അത് കണ്ട് പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഗിരിയും ഞാനും മധുച്ചേട്ടനും കൂടെ പോയിട്ട് വീട്ടിൽ പോയി ഡ്രസ്സ് ഒന്ന് കുളിച്ചിട്ട് അമ്പലത്തിലായിട്ട് ഡ്രസ്സ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ പുണർതം ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. എപ്പോഴും സീതയെ കെട്ടുകൊണ്ട് പോകും, അല്ലെങ്കിൽ വനവാസത്തിന് പോകേണ്ടി വരും, അല്ല എന്നുണ്ടെങ്കിൽ അധികാരത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അതൊക്കെ തട്ടിമാറിപ്പോകും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരാത്മവിശ്വാസമുണ്ട്. ഞാൻ ഉദയന്നൂർ ക്ഷേത്രത്തിലൊക്കെ തന്നെ കൂടുതലായിട്ട് വരുന്നത് 2011 വട്ടിയൂർക്കാവ് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച സമയത്താണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ ഇവിടെ മുമ്പിലിരിപ്പുണ്ട്. ടീച്ചർ, കോമളകുമാരി ടീച്ചറുണ്ട്, ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഉദയന്നൂർ ക്ഷേത്രത്തോട് മറ്റൊരു കടപ്പാട് കൂടി മേയർ എന്നുള്ള നിലയ്ക്കുണ്ട്, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുണ്ട്. ഗിരിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, സുമിയെക്കുറിച്ച് പറഞ്ഞു. എല്ലാവരും വലിയ കഠിനാധ്വാനികളാണ്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉദയന്നൂരമ്മയുടെ മുൻപിൽ വരുവാനും ഈ പുണർത പൊങ്കാല മഹോത്സവത്തിൽ ഇവിടെ എത്തുവാനും കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ആരാധിക്കൽ ചടങ്ങ്. പുതിയൊരമ്മയുടെ നാമത്തിൽ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന്
2026 ഏപ്രിൽ മാസം 23-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു ഉദിയന്നൂർ പൊങ്കാല. ഉച്ചയ്ക്ക് 12:10-നായിരുന്നു പൊങ്കാല നിവേദ്യം.
ശ്രീ ഉദിയന്നൂർ ദേവിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം. ഏപ്രിൽ മാസം 28-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു സാംസ്കാരിക സമ്മേളനവും ശ്രീ ഉദിയന്നൂരമ്മ പുരസ്കാര സമർപ്പണവും ചികിത്സാ സഹായ വിതരണവും. പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടി അമ്മയ്ക്ക് ഈ വർഷത്തെ ശ്രീ ഉദിയന്നൂരമ്മ പുരസ്കാരം സമർപ്പിച്ചു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഉദിയന്നൂർ ഭഗവതി ക്ഷേത്രനടയിൽ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി നിൽക്കുന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക്. ക്ഷേത്രത്തിൽ
എത്തുന്നുള്ള ചിന്തയിലാണ് ഞാൻ. എന്തായാലും ഏറ്റവും വലിയൊരു ഭാഗ്യം ടീച്ചർക്ക് പുരസ്കാരം കൊടുക്കാൻ നൽകിയത്. വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനിയും അധികം പുരസ്കാരങ്ങൾ ഇനിയും ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിക്കും ടീച്ചറിനെ എപ്പോൾ കണ്ടാലും ടീച്ചറിൻ്റെ പേര് പോലെ തന്നെയാണ് ടീച്ചറുടെ സ്വഭാവം. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ടീച്ചർ, ഞാൻ പണ്ട് അല്പം സംഗീതമൊക്കെ ഉണ്ടായിരുന്നു, വീണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പറഞ്ഞു ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വീണ വായിക്കണം. ഞാൻ പറഞ്ഞു വായിക്കാം, സമയത്തിൻ്റെ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോഴേ ആൾക്കാർക്കൊക്കെ പഠിക്കാനും ഇതിനുള്ള സമയം കുറവാണല്ലോ. എല്ലാം ഇപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പിലുണ്ടല്ലോ. ഇപ്പോൾ ശ്രുതി വെക്കുന്നത് തന്നെ നമ്മൾ ആപ്പ് വെച്ചിട്ട് മൂളുമ്പോൾ അതിൽ ഡെസിമൽസ് കറക്റ്റാണോ ശരിയല്ലോ എന്ന് കാണിക്കും. അവസാനം ഇപ്പോഴേ ആൾക്കാർക്ക് ഇനിയും കുറച്ചുകൂടെ നാൾ കഴിയുമ്പോൾ നമ്മുടെ തമ്പൂരി ട്യൂൺ ചെയ്യാൻ പോലും അറിയാൻ വയ്യാത്തൊരു കാലം വരരുത്. ശരിക്കും ഒരു തമ്പൂരി ട്യൂൺ ചെയ്യുക. ഞാൻ പണ്ട് തമ്പുരുവിൽ പറയുന്നത് ശരിയാണെന്ന്, ഇപ്പോൾ തമ്പുരുവിൽ ഇങ്ങനെ ഈ സാപ്പാസ അല്ലെങ്കിൽ സരിഗമയൊക്കെ തമ്പുരുവിൽ ചെറിയൊരു കുട്ടിക്കാലത്ത് ബാറ്ററി വെച്ച് കളിച്ച് സരിഗമ 15 വായിച്ചിട്ടുണ്ട്. സമ്പന്നമായ ഒരു സദസ്സ്. ഞാൻ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടും ഇത്രയും സമ്പന്നമായ ഒരു സദസ്സ് ഞാൻ കണ്ടിട്ടില്ല. അതിനെല്ലാവരോടും നന്ദി ആദ്യമായി പറഞ്ഞുകൊണ്ടിട്ട്. പിന്നെ സദസ്സിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണുള്ളത്. അപ്പോൾ ഇവിടെ ഉദയന്നൂർ പ്രദേശത്ത് സ്ത്രീ സാന്നിധ്യം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം വളരെയുള്ള പ്രദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് അമ്മയുടെ കടാക്ഷം ഉണ്ടാകാം. ഈ ചികിത്സാ സഹായ വിതരണം നടത്തുന്നതിന് ഫൗണ്ടേഷന്റെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. ഈ ഉത്സവം വളരെ വിജയമാക്കി തീർന്ന എല്ലാ നല്ലവരായ നാട്ടുകാരും സംഘടനകളും സമിതികളും സാംസ്കാരിക സമിതികളും എല്ലാവർക്കും ഒന്നും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ശ്രീ ഉദിയന്നൂർ ദേവിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം. ശ്രീ ഉദിയന്നൂർ ദേവിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.